babies, welcome back to my channel. ഇന്ന് വന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് Q&A. Yeah. So I know that almost ഒരു 6 months ഓളം ആയി, അല്ല more than 6 months ആയി ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. സോ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനിയും ലേസിനെസ്സും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ആക്ച്വലി ലേസിനെസ് മാത്രമല്ല ഇതിന്റെ റീസൺ. ഒരുപാട് പ്രശ്നങ്ങളിലും ഒരുപാട് എന്താ പറയാ, ഇതൊക്കെ കുറെ പ്രശ്നങ്ങളിലൊക്കെ സത്യം പറഞ്ഞാൽ അകപ്പെട്ടു. പിന്നെ മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാംസും കാര്യങ്ങളൊക്കെ ആ ടൈം പീരീഡിലാണ് വന്നത്, അടുത്തടുത്ത് വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ടും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു, യു ക്യാൻ ഡ്രോപ്പ് യുവർ ക്വസ്റ്റ്യൻസ് ഹിയർ എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഇട്ടിരുന്നു. അപ്പം കുറച്ച് പേരൊക്കെ എനിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് തന്നു. ഫുള്ളായിട്ട് എന്തുവാണ് ലൈൻ ഉണ്ടോ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ കിട്ടിയത്. സോ അതിൽ നിന്ന് ഓക്കെ Q&A ചെയ്യാൻ പറ്റും എന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനാണ് ഞാൻ ആൻസർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ടു ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഇപ്പോൾ ലാപ്ടോപ്പിലാണ് ഞാൻ എൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസ് ഇട്ട് വെച്ചേക്കുന്നത്, സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ്. അപ്പം ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് വായിക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മോസ്റ്റ് യൂസ്ലെസ് ടാലന്റ് എന്താണ്? മോസ്റ്റ് യൂസ്ലെസ് ടാലന്റോ? എന്തുവാടേ ചോദ്യം തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനത്തെ. മോസ്റ്റ് യൂസ്ലെസ് ടാലന്റ് ഇതാണ്. I can do this. എൻ്റെ ചെവി ആട്ടാൻ പറ്റുമ്പോൾ ഇപ്പൊ കാണാൻ പറ്റുമോ നോക്കോ. കണ്ടോ, ചെവി ആട്ടാൻ പറ്റും. അങ്ങനത്തെ ഒരു ടാലന്റ് ഉണ്ട്. ദാറ്റ് ഈസ് റിയലി യൂസ്ലെസ്. ഒരു ഉപയോഗമല്ല. യെസ്, നത്തിങ്. സോ അടുത്ത, ഫേക്ക് ഫ്രണ്ട്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഫേക്ക് ഫ്രണ്ട്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ലൈഫിൽ ഒരാൾ വന്നിട്ട് കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്ത് കൂട്ടിയിട്ട് വീണ്ടും വന്ന് എനിക്ക് നിന്റെ കൂടെ ഇരിക്കണം, ഐ എം റിയലി സോറി എന്നൊക്കെ പറഞ്ഞാകുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ സർക്കിൾ അല്ലാതെ പുറത്ത് നിൽക്കുന്ന സർക്കിളിൽ നിന്നാണ് നമുക്കൊരു ചീറ്റിംഗ് വന്നതെന്നുണ്ടെങ്കിൽ അവരെ ക്ഷമിച്ചാലും കുഴപ്പമില്ല, വി ക്യാൻ ഫോർഗീവ് ദം. ബട്ട് നമ്മുടെ സർക്കിളിലുള്ള ആരെങ്കിലും നമ്മളെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് സെക്കൻഡ് ചാൻസ് കൊടുക്കരുത്, വിട്ടേക്കണം, ആ ഫ്രണ്ട്ഷിപ്പേ വിട്ടേക്കണം. സോ അതാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇഗ്നോർ ചെയ്ത് വിടും, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് യു റിയലൈസ് ഡാൻസ് ഈസ് മോർ ദാൻ ജസ്റ്റ് എ ഹോബി? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു ഫിഫ്ത്തിലോ സിക്സ്ത്തിലോ സമയത്ത് ആ ഒരു പീരീഡിലാണ് ആക്ച്വലി എനിക്ക് ഡാൻസ് വഴി മുന്നോട്ട് പോകണം, എൻ്റെ പാഷനും കരിയർ എൻ്റെ ഡാൻസ് കാരണമായിരിക്കും എനിക്ക് ഉണ്ടാവുന്നതെന്നുള്ളൊരു ഫീല് വന്നത്. ആക്ച്വലി ഈ അന്ന് വരയ്ക്കും, ഒരു 5th സ്റ്റാൻഡേർഡ് വരയ്ക്കും നമ്മളിങ്ങനെ ഡാൻസ് എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു സംഭവം. ആ ഒരു 5th സ്റ്റാൻഡേർഡ് ആ പീരീഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആൻ എന്റർടൈൻമെന്റ്, ആ ഒരു രീതിക്ക് നടക്കുമായിരുന്നു. ബട്ട് ആക്ച്വലി ഡാൻസ് പഠിക്കാൻ തുടങ്ങിയ മുതൽ എൻ്റെ ഉള്ളിലുള്ളൊരു സംഭവമായിരുന്നു, എനിക്ക് ഡാൻസ് വേണം, എനിക്ക് ഡാൻസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു രീതിക്കായിരുന്നു ഞാൻ. അപ്പം ആ വർഷമൊക്കെ കഴിഞ്ഞ് ഏകദേശം 5th-ലും 6th-ലും ആ ഒരു ടൈം പീരീഡിൽ അടുപ്പിച്ചായപ്പോഴേക്ക് ഞാൻ ഉറപ്പിച്ചു, അതായത് എനിക്ക് ഡാൻസിലോട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള രീതിക്ക്. സോ യാ, ഇൻ ദാറ്റ് ടൈം പീരീഡ്. ഹാവ് യു എവർ വാണ്ടഡ് ടു ക്വിറ്റ് ഡാൻസ്? അതായത് അങ്ങനെ എനിക്ക് ക്വിറ്റ് ചെയ്യണമെന്നൊന്നും തോന്നിയിട്ടില്ല. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനൊരു ഡാൻസ് പഠിക്കുന്ന ടൈമിൽ എനിക്ക് ആ ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്റ്റെപ്പ് എനിക്ക് ചെയ്യാനേ പറ്റുന്നില്ല. ഒരു പ്രാവശ്യം ശ്രമിച്ചു, 2 പ്രാവശ്യം ശ്രമിച്ചു, മൾട്ടിപ്പിൾ ടൈംസ് എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് തന്നെ
ഒരു കളിയായിട്ടുള്ള രീതിക്ക് പറയത്തുള്ളൂ. ഇതേപോലെ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ നിർത്താൻ പോണേ, ഞാൻ ഡാൻസ് എല്ലാം നിർത്താൻ പോണേ, എനിക്ക് വയ്യ ഡാൻസ് പഠിക്കാൻ, അങ്ങനെയുള്ള രീതിക്കൊരു ആ ഒരു ഫ്രസ്ട്രേഷൻ കാരണം പറയും. അല്ലാണ്ട് സീരിയസ് ആയിട്ട് ഡാൻസ് വേണ്ട എന്നുള്ള തീരുമാനമൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരു ആ ടൈമിൽ പിന്നെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴേക്ക് അത് കറക്റ്റ് ആവും. ആ ഒരു ടൈമിൽ മാത്രം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും, പറയുകയൊക്കെ ചെയ്യാം. അത് ഫണ്ണിന് വേണ്ടിയിട്ട്. അല്ലാണ്ട് ഞാൻ അങ്ങനെ ക്വിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇരുന്നിട്ടില്ല. പിന്നെന്താണ്, വാട്ട് ഇസ് ദാറ്റ്? വിച്ച് ഡാൻസർ ഇൻസ്പയർസ് യു ദ മോസ്റ്റ്? കുറേ പേരുണ്ട്. ശോഭന മാം ഉണ്ട്, മൈക്കിൾ ജാക്സൺ ഉണ്ട്, BTS ഉണ്ട്, ഒരുപാട് പേരുണ്ട്. പ്രഭുദേവ സർ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്നെ. ദേ ആർ ഓൾ ജസ്റ്റ് ഗ്രേറ്റ്. ഇനി അടുത്ത്, ഫ്രീ സ്റ്റൈൽ ആണോ കൊറിയോഗ്രഫി ആണോ ഇഷ്ടം? നൈസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫ്രീ സ്റ്റൈൽ എന്ന് പറയുമ്പം നമുക്ക് ഇഷ്ടത്തിന് കളിക്കാം. നമ്മൾ അപ്പം കോറിയോ ചെയ്യുന്നതാ. അതായത് അപ്പം നമ്മുടെ ഉള്ളിൽ എന്താണ് വരുന്നത് അത് നമ്മൾ ഷോ ചെയ്യുക. ഓഡിയൻസിനാവട്ടെ ആർക്കാന്നാവട്ടെ നമ്മൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സംഭവമല്ലേ. അപ്പം ദാറ്റ് ഈസ് വേ മോർ ഈസിയർ. ബട്ട് അതിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് അടുത്ത സ്റ്റെപ്പ് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ. പക്ഷെ ഭയങ്കര പ്രൊഫഷണൽ ആണ് എന്നുണ്ടെങ്കിൽ ഫ്രീ സ്റ്റൈൽ ഈസ് അമേസിങ്. കോറിയോഗ്രഫി ഞാൻ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല, ജസ്റ്റ് ഞാൻ പറയുക. കൊറിയോഗ്രഫി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഓർഡറിൽ നമ്മൾ സ്റ്റെപ്പെല്ലാം വച്ചിരിക്കുമല്ലേ. അപ്പം ഐ പ്രിഫർ കൊറിയോഗ്രഫി പഠിച്ചെടുത്ത് ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. ഫ്രീ സ്റ്റൈലും എന്നെ കൊണ്ട് പറ്റും. സോ ബോത്ത് ആർ കംഫർട്ടബിൾ. ഐ പ്രിഫർ choreography. What gives you confidence? അങ്ങനെയൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്ന കാര്യം എന്താ? ആദ്യമൊക്കെ പേടിച്ചോണ്ടിരിക്കും. സ്റ്റേജിൽ കയറുന്നതായിരിക്കും ഭയങ്കര പേടിയായിരിക്കും. സ്റ്റേജിൽ കയറിയതിന് ശേഷം എനിക്ക് ആ പേടി കാണത്തില്ല. ഐ വിൽ ബി സോ കൂൾ. അപ്പം സ്റ്റേജിൽ കയറുന്ന ടൈമായിരിക്കും ഓഡിയൻസിനെ കാണുമ്പോഴേക്കും എനിക്ക് കോൺഫിഡൻസ് കിട്ടുക. അതിന് മുമ്പ് എനിക്കറിഞ്ഞൂടാ. എനിക്കങ്ങനെ വാട്ട് ഗിവ്സ് യു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ മൈസെൽഫ്, സീയിങ് മൈ പാസ്റ്റ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും. എനിക്കറിയില്ല. ബി ഹോണസ്റ്റ്, സ്റ്റോക്കർ ഓർ ബീയിങ് സ്റ്റോക്ഡ്? രണ്ടും. മാരീഡാണോ? ആടാ, മാരീഡാണ്. 2 പിള്ളേരുണ്ട്. 2 പിള്ളേര്. ഡാൻസ് അല്ലാതെ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം. ഓക്കെ, ഡാൻസ് അല്ലാതെ ചെയ്യാൻ ഇഷ്ടമുള്ള എന്താണ്? ഞാന് ഇത് അവസാനം പറയും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവസാനം പറയും. സോ നെക്സ്റ്റ്, വൈ യു ലൈക്ക് മേക്കപ്പ്? ബ്രോ, റിയലി? ഇസ് ദാറ്റ് ഈവൻ എ ക്വസ്റ്റ്യൻ? എനിക്ക് മേക്കപ്പ് ഇഷ്ടമാണ്. അതിൽ വൈ യു ലൈക്ക് മേക്കപ്പ്? എവറി ഗേൾസ് ലവ് മേക്കപ്പ്. മേക്കപ്പ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ മേക്കപ്പ് ചെയ്യാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ലെങ്കിലും സംതിങ് അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചൊക്കെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയാം. സോ ഐ ലവ് മേക്കപ്പ്. ഐ ഡോണ്ട് നോ, ഐ ലവ് മേക്കപ്പ്. വാട്ട്സ് യുവർ റെഡ് ഫ്ലാഗ്? ഓക്കെ, എൻ്റെ റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സാധാ ജോക്ക് ഉണ്ടല്ലോ, ചില ആൾക്കാർ സാധാ ആയിട്ട് ജോക്ക് അടിക്കുമ്പോൾ പോലും ഞാനത് സീരിയസ് ആയിട്ട് എടുക്കും. പിന്നെ ഞാൻ അവരുടെ അടുത്ത് മിണ്ടത്തില്ല. അതായത് അത് അത്രയും എക്സ്ട്രീം ആയിരിക്കണം ഒരു ജോക്ക്. അത് ഡിസ്റെസ്പെക്റ്റ് ആയിട്ടായിരിക്കുമല്ലോ അവർ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവരുടെ അടുത്ത് മിണ്ടത്തില്ല. ഐ വിൽ നെവർ ഗിവ് എ സെക്കൻഡ് ചാൻസ് കൊടുക്കത്തില്ല. അതാണ് എൻ്റെ കയ്യിലുള്ള റെഡ് ഫ്ലാഗ് ആണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് എന്തോ അവരെ കാണുമ്പോൾ പിന്നെ അവർ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഞാൻ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് വിട്ടായിരിക്കും സംസാരിക്കുന്നത്. എന്തെങ്കിലും അവർ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇങ്ങനെയൊക്കെ ഞാൻ ആൻസർ പറയത്തുള്ളൂ. ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. സോ ഞാൻ പിന്നെ അവർ കാലി വീണ് സോറി പറഞ്ഞാൽ പോലും എനിക്ക് ആ ഒരു
ബിഹേവിയർ മാറ്റാൻ പറ്റില്ല. അതായത് അവര് ഞാനത് മാറ്റിയെടുക്കണം. ആക്ച്വലി അവര് കാലി പിടിച്ച് സോറി പറഞ്ഞാൽ പോലും ഞാൻ അവരുടെ അടുത്ത് ഡിസ്റ്റൻസ് വിട്ടേ നിൽക്കുള്ളൂ. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. സോ ദാറ്റ് ഈസ് മൈ റെഡ് ഫ്ലാഗ്. സോ ക്രഷ് ഉണ്ടോ? ഉണ്ട്. ക്രഷ് ഉണ്ട്, ഞാൻ പറയില്ല. പക്ഷെ ആരാന്ന് പറയില്ല. ഓക്കെ. റാപ്പിഡ് ഫയർ എനിക്ക് തന്നിട്ടുണ്ട് ഒരുത്തി. ഇറ്റ്സ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, അവളാണ് എനിക്ക് റാപ്പിഡ് ഫയർ തന്നത്. നീ ഇതും കൂടെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ലവ് ഓർ മണി? അഫ്കോഴ്സ് മണി. മണി കഴിഞ്ഞിട്ട് ലവ് ഉള്ളൂ. മണി ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ലവ് വൺസിനെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ബീച്ച് ഓർ നൈറ്റ് ഡ്രൈവ്? ബീച്ച്. സോഫ്റ്റ് ലൈഫ് ഓർ കാസൽ ലൈഫ്? സോഫ്റ്റ് ലൈഫ് വിത്ത് കാസൽ ലൈഫ്. എനിക്ക് രണ്ടും ഇഷ്ടം. ഇൻട്രോവേർട്ട് ഓർ എക്സോവേർട്ട്? ആംബിവേർട്ട്. ഓക്കെ. കോൾസ് ഓർ ടെക്സ്റ്റ്? കോൾസ്. I love calls. Dance or sleep? Of course dance. Sweet people or savage people? Sweet people. K-pop or Bollywood? Sorry Bollywood, K-pop. I love K-pop. Heal silently or vent loudly? Heal silently. Heal silently. ഞാനങ്ങനെ. Yeah. So ഇനി ഞാൻ പറഞ്ഞ വേറൊരു കാര്യം, ഡാൻസ് അല്ലാതെ ചെയ്യാൻ ഇഷ്ടമുള്ളത് എന്താണ്? ഞാൻ കാണിച്ചു തരാം. ഞാനത് ഇപ്പൊ പറയാം. സോ ഡാൻസ് അല്ലാതെ ചെയ്യാൻ ഇഷ്ടമുള്ള ഏതാ എന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസറാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഐ ലവ് കളക്ടിങ്. ഞാൻ കളക്ട് ചെയ്യും, ഒരുപാട് കളക്ട് ചെയ്യുന്ന കൂട്ടത്തില. സോ ദിസ് ഇസ് മൈ കളക്ഷൻ. This is my coin collection. So, okay, this is my coin collection, and this is my currency collection. ഞാൻ കളക്ട് ചെയ്ത് വെച്ച കോയിൻസാ. അപ്പം കോയിൻസ് ഫസ്റ്റ് കാണിച്ചു തരാം. ഇത് ഇന്ത്യൻ കോയിൻസ് ആണ്. ഇത് കണ്ടോ, ഒരു ചക്രം എന്നൊക്കെ പറയണം. അതായത് ഒരു പൈസയാണ്. 1 പൈസ 1917 അത് നിങ്ങൾക്ക് ഇതായിട്ടാണല്ലേ കാണുന്നത്. ഓക്കെ. ഇതിലെല്ലാം ഇന്ത്യൻ കോയിൻസ് ആണുള്ളത്. ദിസ് ഓൾ ഇന്ത്യൻ കോയിൻസ്. ഓരോരോ ടൈപ്പ് ഓഫ് ഇന്ത്യൻ കോയിൻസ് ആണ്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഫുള്ള് കാണിക്കത്തില്ല. ഈ വീഡിയോ കുറച്ചും കൂടെ ലോങ് ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കാണിക്കുന്നത്. സോ കളക്ഷൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഇഫ് യു നീഡ് ഐ വിൽ പുട്ട് ഇറ്റ്. സോ ഇതെല്ലാം ഓരോ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഇന്ത്യൻ കോയിൻസ് ആണ്. ഇത് ദുബായിലെ കോയിനും വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ദുബായിലുള്ളതും എടുത്ത് വച്ചിട്ടുണ്ട്. ഞാൻ അതാ നോക്കുന്നു. ഒരു കോയിനും കൂടെ ഉണ്ട്. ദിസ് കോയിൻ. ഇത് കണ്ടോ, ഈ കോയിൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ ഞാൻ ഈ കൈ വെച്ചേക്കുന്ന ഈ കോയിൻ. ദിസ് ഈസ് യുണൈറ്റഡ് അറബ് UAE കോയിനാണിത്. ഇത് കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക്, അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ദിസ് ഈസ് മൈ കളക്ഷൻ. എനിക്ക് സ്റ്റാമ്പ് കളക്ഷനും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സ്റ്റാമ്പ് ബുക്ക് വന്നിട്ട് ഞാൻ വേറെ എവിടെയോ മാറ്റി വെച്ചേക്കുക. സൂക്ഷിച്ച് തന്നെ ഉണ്ട്, അതുകൊണ്ടാണ് ടെൻഷൻ ഇല്ലാത്ത. ബട്ട് മാറ്റി വെച്ചേക്കുക. സോ ഇതാണ് കോയിൻ കളക്ഷനിലുള്ള. ആക്ച്വലി ഇതിൻ്റെ 2 ആൽബവും കൂടെ ഉണ്ട്. ചെറുത് ഇതിൻ്റെ 2 ആൽബവും കൂടെ ഉണ്ട്. അതും സ്റ്റാമ്പ് കളക്ഷൻ്റെ കൂടെ ഇരിക്കുക. ഞാൻ ഇനി കറൻസി കാണിച്ചു തരാം. സോ ദിസ് ഇസ് മൈ കറൻസി. പഴയ ഇന്ത്യൻ റുപ്പീസ്. 5 റുപ്പീസ്, 10 റുപ്പീസ്. പണ്ടത്തെ 10 റുപ്പീസാണ്. 10 റുപ്പീസ് പുതിയത് വരയ്ക്കും. 20 500 ആണ്. 20,000. ഇത് വരുന്ന തായ്ലാൻഡിൻ്റെ ഉണ്ട്, UAE-ൻ്റെ ഉണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ ഒരു ദിവസം കാണിക്കുന്നതായിരിക്കും. ഇത് തായ്ലാൻഡിൻ്റെ വരുന്നത്. ഇത് ഔട്ട്സൈഡ് ഫോറിൻ. തായ്ലാൻഡ് ഉണ്ട്, UAE ഉണ്ട്, കണ്ടോ, മാൽഡീവ്സിൻ്റെ.
അങ്ങനെ കളക്ഷൻസ്. ഫ്രാൻസ്, ഇത് ഇംഗ്ലണ്ടിൻ്റെ എൻ്റെ ചേച്ചി കൊണ്ടുവന്നത്, ഇത് ചേട്ടൻ കൊണ്ടുവന്നത് USA. സോ ദിസ് ഇസ് ഇറാൻ. വേറൊരു വീഡിയോയിൽ ഇത് ഫുള്ളായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും, ഏതൊക്കെ കൺട്രീസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇടുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ ആലോചിക്കും എനിക്കെങ്ങനെ ആ ഒരു ചക്രത്തിൻ്റെ കോയിനൊക്കെ കിട്ടിയെന്ന്. അമ്മൂമ്മയുടെ കളക്ഷനാണ്. അമ്മൂമ്മ പണ്ടേ കളക്ട് ചെയ്ത് വെക്കുന്ന സ്വഭാവമുണ്ട്, അതേ സ്വഭാവം എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ 10 രൂപ 5 രൂപ കോയിൻസ് ഒക്കെ അല്ലേ നമ്മൾ കാണത്തുള്ളൂ. അപ്പം 5 രൂപ 10 രൂപ കോയിൻസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യും, കളക്ട് ചെയ്ത് വെക്കും. കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനത് ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ ഒട്ടിച്ച് വെക്കാൻ തുടങ്ങി. മറ്റേ ടേപ്പ് ഇട്ട് ഒട്ടിച്ച് വെച്ചിട്ട് താഴെ ഇത് ഒരു വെറൈറ്റി, ഇത് 2 വെറൈറ്റി, ഇത് 3ാമത്തെ വെറൈറ്റി. അന്ന് എഴുതാൻ അറിയത്തില്ലല്ലോ, അപ്പം ഞാൻ അങ്ങനെ എഴുതി വെക്കും. 1V 2V 3V ഇങ്ങനെ പറഞ്ഞ് എഴുതി വയ്ക്കും. അപ്പം അമ്മ നോക്കിയപ്പം മക്കൾക്ക് കളക്ട് ചെയ്യുന്ന ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് അമ്മൂമ്മ കളക്ട് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് കോയിൻസ് എടുത്ത് തന്നിട്ട് പറഞ്ഞ് ഇതാണ് പണ്ടത്തെ 1 പൈസ. അപ്പം ഞാൻ നെട്ടി, ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ അമ്മൂമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതൊക്കെ ഒരു സാധനത്തിൽ ഇട്ട് വെക്കാം, ഇങ്ങനെ ആൽബം ഒക്കെ കിട്ടുമല്ലോ, ആ ആൽബത്തിൽ വെക്കാന്നുള്ളത് 5ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു സ്വഭാവം 5ൽ തുടങ്ങിയത്. 5ലോ 4ലോ ആണ് തുടങ്ങിയത്. അങ്ങനെ ഇതെല്ലാം അന്ന് തൊട്ട് കളക്ട് ചെയ്തുകൊണ്ടാണ് ഇത്ര ഇരിക്കുന്നത്. അപ്പം 10 രൂപ 5 രൂപയുടെ എന്നെ വെറൈറ്റീസ് ഞാൻ കണ്ടുപിടിക്കാൻ തുടങ്ങി. അതൊക്കെ എടുത്ത് സേവ് ചെയ്ത് വെക്കും, ഞാൻ ചിലവാക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ അതെല്ലാം കൂടെ എടുത്ത് ഈ കോയിൻസ് ആൽബത്തിൽ വെച്ചിരിക്കുക. പിന്നെന്താ, സ്റ്റാമ്പ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു, ഒരുപാടുണ്ട് സ്റ്റാമ്പ്. അതിൻ്റെ കുറച്ച് സ്റ്റാമ്പ്സൊക്കെ എൻ്റെ ഇങ്ങനെ പൊടിഞ്ഞു പോയി, എന്താണെന്ന് അറിയത്തില്ല. അത് കുറച്ച് സ്റ്റാമ്പ്സൊക്കെ പൊടിഞ്ഞ് ഇല്ലാണ്ടായിപ്പോയി. ഉള്ള നല്ല സ്റ്റാമ്പ്സ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ, ഈ നോട്ട്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമ്മ നോട്ടും എടുത്ത് കാണിച്ചായിരുന്നു. ഇതേപോലെ ഇതാണ് 10 രൂപയുടെ നോട്ട്, പണ്ടത്തെ 5 രൂപയുടെ നോട്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എടുത്ത് വെച്ച് കാണിച്ചു തന്നു. അപ്പോഴാണ് അതിൻ്റെ ഒരു ആൽബം വാങ്ങി വയ്ക്കാൻ തുടങ്ങി. പിന്നെ നോട്ടിൻ്റെ വിഷയത്തിൽ സെയിം കഥ തന്നെ. നോട്ടിൻ്റെ വിഷയത്തിൽ ഇത് രണ്ടും ഒരേ ടൈമാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ ഇന്ത്യയിലെ മാത്രമല്ല എനിക്ക് പുറമെ രാജ്യത്തിലുള്ളതും കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ചേച്ചി ഇംഗ്ലണ്ടിലായിരുന്നു. അപ്പം ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു കറൻസി എനിക്ക് വേണ്ടി കൊണ്ടുവന്നു കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. അപ്പം അങ്ങനെയാണ് അമ്മൂമ്മയുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്തൊക്കെ പറഞ്ഞ് അവരുടെ മക്കളൊക്കെ വേറെ രാജ്യങ്ങളിലായിരിക്കുമല്ലോ. അങ്ങനെയാണ് കുറേ നോട്ട്സൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയത്. അങ്ങനെ ഞാൻ കളക്ട് ചെയ്ത് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഡോണ്ട് നോ ബട്ട് ഐ റിയലി ലവ് ടു കളക്ട് സ്റ്റഫ്സ് ലൈക്ക് ദിസ്. അങ്ങനെയാണ് ഈ 2 ആൽബവും ഉണ്ടായത്. എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്നറിഞ്ഞു. അത് അവരുടെ ഇഷ്ടമായതും കൂടെ ഉള്ളതുകൊണ്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യത്തില്ല. അങ്ങനെ പിന്നെ എനിക്ക് മാത്രമല്ല, കൂടുതൽ എൻ്റെ അമ്മൂമ്മയ്ക്കും കൂടെ ഒരു എന്താ പറയുക കളക്ടിങ് മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ടും കൂടിയാണ് എനിക്ക് ഇത്രയും കളക്ട് ചെയ്യാൻ പറ്റിയത്. എൻ്റെ മാത്രം കഴിവല്ല. സോ അമ്മൂമ്മയുടെ ഫ്രണ്ട്സിൻ്റെ മക്കളും കൂടെ കാരണം കേട്ടോ എനിക്ക് പുറമേലുള്ള കറൻസീസൊക്കെ കിട്ടി. I really love this. I'm so happy. Effort matters. Yeah. So, appo itrayullu video. If you enjoy this video, please like and share and subscribe. Subscribe onnu cheyane. Like ചെയ്തിട്ട് പോ. Bye bye. Thank you for watching. ഇനി അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും.